ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചിക്കൻ കേട്ടോ. നല്ല ഈസി ആയിട്ട് ആകെ കുറച്ച് റെസിപ്പി മതി ഇതിന്. നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ വേണം, കുറച്ച് സാധാ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പറ്റണ പോലെ പരട്ടുക, എന്നിട്ട് ബാക്കി പരിപാടി നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തേങ്ങ നല്ലവണ്ണം ചിരകി അതിൻ്റെ പാല് മിക്സിയിലിട്ട് അടിച്ച് എടുക്കുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളെ പാലൊക്കെ റെഡി ആയിട്ടുണ്ട്, തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചിക്കനൊക്കെ നല്ല കഴുകി നമുക്ക് നല്ല വൃത്തിയാക്കി വെക്കാം. അതിന് ശേഷം നമ്മൾ ചിക്കനിൽ വെള്ളം കൂറ്റി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചത്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കരിവേപ്പിൻ്റെ ഇല, ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതെന്താണെന്നറിയോ, ഇതിന് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മളിപ്പോൾ ഒരു ചിക്കൻ വരട്ടുകയാണെങ്കിൽ ഉള്ളി, തക്കാളി എല്ലാം റെഡി ആക്കണം നമ്മൾ അതിലേക്ക്. അപ്പോൾ അതിനെക്കാട്ടൊക്കെ ഈസി ആയിട്ടുള്ള മെത്തേഡാട്ടത്. എന്നാൽ നല്ല ടേസ്റ്റ്, നമുക്ക് എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുത്. കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടത്തെ ഈ ചിക്കൻ വരട്ടിയതൊക്കെ അല്ലേ, നാടൻ ചിക്കൻ വരട്ടിയതൊക്കെ അല്ലേ, അതൊക്കെ കണ്ട് ഓർമ്മ വരും. അത് കഴിച്ചാൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടാട്ടാ. ഈസിയാണ്. ഇതിന് ഒരു തേങ്ങാപ്പാൽ മാത്രം മതി അതിലേക്ക്. അപ്പോൾ നമ്മൾ നല്ല മിക്സ് ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് നല്ല എന്താ പറയുക, നമ്മളിതൊക്കെ നല്ല ഇഞ്ചി, വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല ഒന്ന് പുരട്ടി വെക്കട്ടോ. കുറച്ചൊരു 2 മണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അപ്പോൾ നന്നായിട്ട് അതിലേക്ക് പിടിക്കൂട്ട. ഈ മസാലകളൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ എൻ്റെ മക്കൾക്ക് അങ്ങനെ നാടൻ വിഭവങ്ങളോടൊന്നും വലിയ ഇഷ്ടമില്ല, പക്ഷേ ഇത് ഇഷ്ടമാണ് കേട്ടോ. ഇത് എന്നോട് മക്കൾ പറഞ്ഞ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഉണ്ടാക്കണം കണ്ടപ്പോൾ തന്നെ അവിടെ വന്നിങ്ങാണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പാത്രം ചൂടായി വന്നിക്കണം. അപ്പോൾ അത് നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്കൊന്നും ചേർക്കാതെ നമ്മൾ ആദ്യം ഈ ചിക്കനൊന്നും ഇട്ടിട്ട് നമ്മൾ ആ ചിക്കൻ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്നും കണ്ട് ഇളക്കി റെഡിയാക്കി വരുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. ഈ ചിക്കനിന് നമ്മൾ നല്ല വെള്ളം ഊറ്റിയാണെങ്കിൽ ചിക്കനിനൊക്കെ ഒരു പ്രത്യേകത, അതിന് നെയ്യും വെള്ളം കൂടെ ഇങ്ങനെ ഒന്ന് ഊറി വരും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വെക്കുക. ഇതാകുമ്പോൾ ഹെൽത്തിയാണ്, എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഉണ്ടാക്കാനും സുഖമാണ്. അരമുറി തേങ്ങ മതി 1 കിലോ ചിക്കന് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാതാ. അപ്പോൾ നമ്മളിങ്ങനെ അതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഊറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇളക്കി ഒന്നാകൊന്ന് മിക്സാക്കി വെക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അത് അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറി വരുന്നുണ്ട് ചിക്കൻ്റെ. എൻ്റെ ഇടയിൽ മോന് വന്നിട്ട് താഴെ വന്നിട്ട് നല്ല ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവന് ഞാൻ കുക്ക് ചെയ്യാൻ നിന്ന അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെ ആ ഇടയിൽ വന്ന് നിന്നിട്ട് നമുക്കിപ്പോൾ ചൂടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഓഫാക്കി പോവലാണ്, പേടിയാണ്. അപ്പോൾ അത് തേങ്ങാപ്പാൽ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നു. തിളച്ച് വന്നുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേറെ ഒന്നും ചെയ്യണം, തേങ്ങാപ്പാൽ ഒഴിക്കുക, ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ വറ്റി വരണ്ടേന്നൊക്കെ, പക്ഷെ ഒരു പ്രശ്നമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നിന്നുണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. തേങ്ങാപ്പാലൊക്കെ നമ്മൾ ഈ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമല്ലോ, വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മളിങ്ങനെ ഗ്യാസ്മ വെച്ച് നമുക്ക് തേങ്ങാപ്പാൽ തിളപ്പിച്ച് ഉണ്ടാക്കാൻ കഴിയില്ല, അതുപോലെയൊക്കെ ഇങ്ങനെ വറ്റി അതിലൊരു കൽക്കനും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, നല്ല തിളച്ച് നല്ല രസത്തിലായി വന്നിട്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു എന്തോ ഒരു നാടൻ കറീൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. കറി ആയിട്ടല്ലത് നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുക, ഡ്രൈ ആയിട്ട് എടുക്കുക. കാരണം അത് നല്ല വറ്റണതിനനുസരിച്ച് ഡ്രൈ ആയി വരും. ചിക്കനൊക്കെ നന്നായി വേവുണ്ട് കേട്ടോ ഇതിൽ കിടന്നിട്ട്. കണ്ടില്ല, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വെളിച്ചെണ്ണ ഇങ്ങനെ വറ്റി വന്നിക്കണം ഇതിൽ. നമുക്കിങ്ങനെ മേലെ തെളിഞ്ഞ് കാണാം വെളിച്ചെണ്ണ വേറെ. നിങ്ങൾക്ക് ആ വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടാവും, ആ ക്യാമറയ്ക്ക് ഇങ്ങനെ അതിൻ്റെ പുക അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വെളിച്ചെണ്ണ വറ്റി ഇപ്പോൾ ലാസ്റ്റ്
അത് വെറും ചിക്കനും കുറച്ച് കൽക്കനും ഗ്രേവിയും കൂടെ ആയിട്ട് ഒരു പ്രത്യേക ഒരു രീതിയിലായിട്ടോ. നിങ്ങൾ കാണുമ്പോൾ തോന്നും ഞങ്ങളെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ വല്ലാതെ ഇട്ടിട്ടില്ല, മക്കൾക്ക് കഴിക്കാനുള്ളതല്ലേ വിചാരിച്ചിട്ട്. പക്ഷേ കുറച്ചും കൂടെ കാശ്മീരിയൊക്കെ ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ കളറുണ്ടാവും. കാണുമ്പോൾ കളറുണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ തിന്നുമ്പോൾ ടേസ്റ്റാണ് നമുക്ക് കാര്യം. അപ്പോൾ അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.